നമസ്കാരം. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകരയിൽ 8ാം ക്ലാസ്സുകാരനെ 3 ദിവസമായി കാണാനില്ലെന്ന് പരാതി. നെയ്യാറ്റിൻകരയിൽ 8ാം ക്ലാസ്സുകാരനെ കാണാനില്ലെന്ന് പരാതി. ധനുവച്ചപുരം സ്വദേശിയാണ് 3 ദിവസമായി കാണാനില്ലാത്തത്. മാതാപിതാക്കളുടെ പരാതിയിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമരവിള LMSലെ വിദ്യാർത്ഥിയാണ് കാണാതായത്. നാട്ടിക അപകടത്തിൽ കുറ്റസമ്മതം നടത്തി ലോറിയുടെ ക്ലീനർ. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനമോടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സ് സമ്മതിച്ചു. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വണ്ടി എന്തിലോ തട്ടുന്നത് തോന്നിയപ്പോൾ വെട്ടിച്ചു എന്നുമാണ് അലക്സിന്റെ മൊഴി. നിലവിളി ശബ്ദം കേട്ടതോടെ രക്ഷപ്പെടാൻ നോക്കിയെന്നും അലക്സ് കുറ്റസമ്മതം നടത്തി. അപകട സമയത്ത് അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. കണ്ണൂർ ആലങ്കോട് സ്വദേശിയാണ് അറസ്റ്റിലായ അലക്സ്. സംഭവത്തിൽ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ 2 ദിവസത്തിനകം കോടതിയിൽ അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചു. ഈ മാസം 26-നാണ് അപകടമുണ്ടായത്. 18ാം പടിയിലെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. കടുത്ത നടപടികൾ വേണ്ടെന്നാണ് ADGPയുടെ റിപ്പോർട്ട്. ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ADGP S. ശ്രീജിത്ത് DGPക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കടുത്ത നടപടി വേണ്ടെന്ന് നിർദ്ദേശം വെച്ചത്. ഫോട്ടോഷൂട്ട് വിവാദത്തിൽ ഉൾപ്പെട്ട 25 പോലീസുകാർ ശിക്ഷാ നടപടിയുടെ ഭാഗമായി KPA 44 ബറ്റാലിയനിൽ 4 ദിവസത്തെ പ്രത്യേക പരിശീലനം നൽകും. കൂടാതെ ശബരിമലയും പരിസരവും വൃത്തിയാക്കണം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് DGP ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറും. കഴിഞ്ഞ തിങ്കളാഴ്ച പടി ഡ്യൂട്ടി ഒഴിഞ്ഞ പോലീസുകാരാണ് ഫോട്ടോഷൂട്ട് വിവാദത്തിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടയടച്ച ശേഷം 1:30-ഓടെ പടിയിൽ നിന്ന് നടത്തിയ ഫോട്ടോഷൂട്ടാണ് വിവാദമായത്. കൺമുന്നിൽ പോലീസുകാരൻ കുഴഞ്ഞു വീണു. അവഗണിച്ച SHOയ്ക്കെതിരെ നടപടി. പോലീസുകാരൻ കുഴഞ്ഞു വീണിട്ടും അവഗണിച്ച SHOയ്ക്ക് സ്ഥലം മാറ്റം. പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ SHO KG കൃഷ്ണകുമാറിനെതിരെയാണ് നടപടി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ CPO ഷെഫീഖാണ് കുഴഞ്ഞു വീണത്. ഷെഫീഖിനെ ക്യാബിനിലേക്ക് SHO വിളിച്ചു വരുത്തിയിരുന്നു. സംസാരിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. മറ്റു സഹപ്രവർത്തകരെത്തിയാണ് ഷെഫീഖിനെ പുറത്തേക്കെടുത്തത്. CCTVയിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ കമ്മീഷണർ നിരീക്ഷിച്ചു. തുടർന്നായിരുന്നു കൃഷ്ണകുമാറിനെ ചുമതലകളിൽ നിന്നും നീക്കിയത്. കൃഷ്ണകുമാറിൽ നിന്ന് കമ്മീഷണർ വിശദീകരണം തേടി. മറുപടി ലഭിച്ച ശേഷം വകുപ്പ് തല നടപടികളിലേക്ക് കടന്നേക്കും. നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മരത്തിലിടിച്ച അപകടം. വയനാട് വരയാൽ കാപ്പാട്ടുമലയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മരത്തിലിടിച്ച അപകടം. രാവിലെ 9 മണിയോടെ വരയാൽ SNM LP സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് തോട്ടിലേക്ക് കയറി കവുങ്ങിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. 19 വിദ്യാർത്ഥികളും ബസ്സിലുണ്ടായിരുന്ന 3 സ്റ്റാഫിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. ആരുടെയും പരിക്കുകൾ സാരമുള്ളതല്ല എന്നാണ് വിവരം.